ഒരു ദുരന്തത്തിൽ നിന്നുമുള്ളവരെ സംരക്ഷിക്കുന്ന മാത്രമല്ല, നമ്മുടെ നാട്ടില് ഓരോ കുടുംബത്തിലും എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ വിളിപ്പുറത്തെത്തി അവരെ സഹായിക്കുന്ന ഒരു വലിയ സമീപനം. ദുരന്തം വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആധിക്യവും സഹായവും തള്ളലും, അല്ലെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും സഹായം വന്നതാണ്. പക്ഷെ ആ സഹായങ്ങളുടെ ഘട്ടം കഴിഞ്ഞ് വൈകി 10 മാസത്തോളം എത്തുമ്പോൾ കേവലം ദുരന്തബാധിതർ മാത്രം ഉൾപ്പെടുന്ന ഒരു പ്രദേശമായി നമ്മൾ മാറി. വലിയ സഹായമുള്ള ആളുകളൊക്കെ അവരുടെ സഹായം കഴിഞ്ഞു പോയപ്പോഴും ഈ പ്രദേശത്ത് നിന്ന് പോകാതെ ഇപ്പോഴും ഈ മുണ്ടക്കൈയിൽ ഈ ചൂരൽമലയും ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സംഘടന എന്ന് പറയുന്നത് പീപ്പിൾ ഫൗണ്ടേഷൻ തന്നെയാണ്. ഇപ്പോഴും അവർ ആ പ്രദേശത്താളുകളോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അന്തസ്സോടെ ജീവിക്കുക, അഭിമാനത്തോടെ ജീവിക്കുക എന്നത് വലിയ പ്രധാനമാണ്. അതിനുള്ള അവസരം നോക്കിയാണ് പീപ്പിൾ ഫൗണ്ടേഷൻ ചെയ്യുന്നവരെല്ലാം ചെയ്യേണ്ടത് അത് തന്നെയാണ്. നിലമ്പൂർ നിങ്ങൾക്കറിയാം, നിലമ്പൂരിന്റെ ടൗണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തക്കുന്നും ഇപ്പുറത്തുള്ള നിലമ്പൂർ ടൗണിന്റെ നടുവിൽ കിടക്കുന്ന എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും താഴ്ന്ന പ്രദേശമാണ്. എല്ലാ സ്ഥലത്തും വെള്ളം കയറി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വ്യവസായികൾ അല്ലെങ്കിൽ വ്യാപാരികൾ അന്താളിച്ചു നിന്നപ്പോൾ വ്യവസായ നേതാക്കളും വ്യാപാര നേതാക്കളും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വന്ന സമയത്ത് ഒരു സഹായ പുസ്തകമായി വന്നതാണ് പീപ്പിൾ ഫൗണ്ടേഷൻ. തീർച്ചയായിട്ടും അന്ന് മനസ്സിലാക്കി ഇവരുടെ DNA എന്താണ്. നമുക്കറിയാം, ഈ ദുരന്തം നടന്നതിന് ശേഷം വളരെ വ്യവസ്ഥാപിതമായി ഈ ദുരന്തത്തിനിടയായ ആളുകളുടെ ഡാറ്റ കളക്ഷൻ സാറ്റലൈറ്റ് സർവേ നടത്തിയിട്ടുള്ള ഏക NGO എന്ന് പറയുന്നത് പീപ്പിൾ ഫൗണ്ടേഷൻ. 11 പേർക്ക് ട്രെയിനിങ് കൊടുക്കുക മാത്രമല്ല, അതിൽ 10 പേരും പ്ലേസ്ഡായി. പിന്നെ ഉരുൾപൊട്ടൽ കഴിഞ്ഞപ്പോൾ അതിൽ ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം മനസ്സിലുണ്ടായിരുന്നു. നമ്മളെ വീടും എല്ലാം നഷ്ടപ്പെട്ട് ആ ഒരു അവസ്ഥയിലായപ്പോൾ നമ്മളേറ്റവും ഹെൽപ്പ് ചെയ്തത് പീപ്പിൾ ഫൗണ്ടേഷനാണ്. അന്നും ഇന്നും ഞങ്ങളെ പുറകിലല്ല, ഞങ്ങളൊപ്പം തന്നെ ഫൗണ്ടേഷൻ നമ്മൾ ചേർത്ത് നിർത്തുന്നുണ്ട്. വ്യാപാരികളെയും അതുപോലെ ഞങ്ങളുടെ നാടിനെയും നാട്ടുകാരെയും ഞങ്ങളുടെ വിദ്യാലയത്തെയും ചേർത്ത് നിർത്തിയ പീപ്പിൾ ഫൗണ്ടേഷന് 1000 അഭിനന്ദനങ്ങൾ അറിയിച്ചു.